കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് നോക്കാൻ പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത്, അപ്പോൾ ആ ഒരു വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അങ്ങനെ കഴിഞ്ഞ് വന്ന് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തിയിട്ട് ഗണേശനെ കണ്ട് തൊഴുത് നമുക്ക് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ വെലിക്കല്ലും കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ നമ്മൾ നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്ത് മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും അതേപോലെ ആ കെടാവിളക്കൊക്കെ കാണാം. വലതുവശത്ത് ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കാം. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് കാണാനുള്ളതേ നിറയെ പ്രകാശം കാണാണ്ട്, അതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ കാണാനുള്ളത് മത്സ്യത്തിൻ്റെ വാലൊക്കെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ മത്സ്യം ഇങ്ങനെ അരവര മത്സ്യമായിട്ടുള്ളതാണ്. മത്സ്യാവതാരമൂർത്തിയാണ് കേട്ടോ. അരവര മത്സ്യാവതാരവും അവിടുന്ന് അങ്ങോട്ട് മഹാപ്രഭുവിൻ്റെ. അപ്പോൾ അങ്ങനെ അരയ്ക്ക് മേലേക്ക് നോക്കി കഴിഞ്ഞാൽ കിങ്ങിണി, അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഉണ്ണിയുടെ അവസ്ഥയിലാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കഴുത്തിലൊരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല, അതേപോലെ 2 കൈയാണ്, 4 കൈയല്ല, ചതുർബാഹുവല്ല, 2 കൈയാണ്. അപ്പോൾ ആ ഒരു കയ്യിൽ, വലത്തെ കയ്യിലൊരു പത്മം, അതായത് ഒരു താമരപ്പൂവ് പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കൈ അരയിൽ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട്. ആകെ ഇന്നിപ്പോൾ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ 4 തൃക്കൈകളോട് കൂടിയിട്ടുള്ളതല്ല, 2 തൃക്കൈകളോട് ആണ് ആ മത്സ്യാവതാരമൂർത്തിയുടെ ഒരു കാര്യം. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തിരുമുടിമാല, 3 തിരുമുടിമാല ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ളതും അങ്ങനെയുള്ള. പിന്നെ ഉണ്ടമാലയാണെങ്കിൽ 2 ഉണ്ട്. ഉണ്ടമാല നല്ല വലുത് വനമാല പോലെ, തെച്ചി തുളസി അങ്ങനെ ആയിട്ടുള്ള 2. നല്ല രസമായിട്ടുള്ള കാഴ്ച. മുകളിലും വിധാനമായിട്ട് കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാലകൾ 4-5 ഉണ്ട്. അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കി കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ സങ്കല്പിക്കൂ. എന്നിട്ട് ഭഗവാനെ കണ്ട് തൊഴുതോളൂ. ആ മത്സ്യാവതാരമൂർത്തിയെ കണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ആ മത്സ്യാവതാരമൂർത്തി അനുഗ്രഹിക്കും. അങ്ങനെ അവിടുന്ന് കണ്ട് തൊഴുത് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും അതേപോലെ തന്നെ ആ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ അങ്ങനെ വന്ന് നേരെ ആ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശനെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് അവിടുന്ന് ഇങ്ങനെ നേരെ വന്ന് കോർണറിലുള്ള ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യാവതാരം, ഉള്ളിലും പുറത്തും മത്സ്യാവതാരം അത് കാണാം. കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദവും വാങ്ങി വാമനരൂപവും ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വന്ന് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നരസിംഹാവതാരത്തെ കാണാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ദശാവതാരങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനൊക്കെ കണ്ട് മുരുകനൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ തൊഴുക, പ്രാർത്ഥിക്കുക.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ തന്നെ ആ കാളിയമർദ്ദന രൂപവും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് ആ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് ഇങ്ങനെ കിഴക്ക് വശത്തേക്ക് നോക്കിയിട്ട് ആ കൊടിമരം ഇങ്ങനെ കാണാം, കൊടിമരം കണ്ട് തൊഴാം. പിന്നെ നൃത്താറ് മണിക്കിണറും ഒക്കെ കണ്ട് അതേപോലെ തന്നെ മേൽപ്പത്തൂരിനെയും കുറൂരമേനെയും നാരദരെയും വസുദേവരെയും ഒക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. അതൊക്കെ കഴിഞ്ഞ് നേരെ ഭഗവതിയുടെ അടുത്തേക്ക് വരിക. ഭഗവതി ക്ഷേത്രത്തിൽ വന്നിട്ട് എടത്തരികത്തുകാവിലെ ഭഗവതിയെ നമ്മുടെ അമ്മയെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് തിരിഞ്ഞ് നിന്ന് മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മളവിടെ പോയി ദർശനം കിട്ടിയ പോലെയാവും. ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അവിടുന്ന് ഇങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയ മത്സ്യാവതാര മൂർത്തിയെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് കൂത്തമ്പലത്തിൽ വന്ന് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ തൊഴുത് അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് പൂന്താനം തിരുമേനി പൂജിച്ച വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് ആ കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് ഭഗവതി നടയിലും അതേപോലെ തന്നെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാനെ ഒന്നുകൂടി നോക്കി തൊഴുത് ഒന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നേരെ തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.